ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വടക്കൻ വീട്ടിലച്ചി. അപ്പം ഞാൻ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്. നമ്മൾ കുറേ നാളായി നൈറ്റ് ഡ്രൈവ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു നൈറ്റ് ഡ്രൈവിൻ്റെ വീഡിയോ ആയിരിക്കും ഇടാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൊച്ചിയിലായിരിക്കും. അപ്പോൾ കൊച്ചിയിൽ നൈറ്റിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. കൊച്ചി നൈറ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചി ഭയങ്കര രസമായിരിക്കും കാണാൻ. നല്ല ലൈറ്റ് അതൊരു ഭംഗിയാണ്. കൊച്ചി നൈറ്റിൽ കാണാൻ ഒരു ഭംഗിയാണ്. അപ്പം നൈറ്റിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു മിനിറ്റ്, ഞങ്ങളുടെ ചാനൽ സബ് അടിക്കണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. നമ്മൾ ഈ ചെറിയ ചാനലൊന്ന് വലിയ ഗ്രോത്തിലെത്തിക്കുക. നിങ്ങളെല്ലാവരും ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മെട്രോയുടെ സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മളിപ്പം വൈറ്റിലയാണ് നിൽക്കുന്നത്. വൈറ്റിലെ ഹബിലോട്ട് തിരിയുന്നതിൻ്റെ അടുത്ത് സിഗ്നൽ, അതായത് വൈറ്റിലെ മെയിൻ സിഗ്നലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നമ്മളിങ്ങനെ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നൈറ്റ് കൊച്ചി. കുറേ നാളായി നമ്മൾ നൈറ്റിലിങ്ങനെ കൊച്ചി കൂടെ കറങ്ങി വന്നിട്ട്. അപ്പോൾ നമുക്കിന്ന് നൈറ്റിൽ കൊച്ചിയിലൂടെ ഉള്ള വീഡിയോസൊക്കെ നമുക്കൊന്ന് കാണാം. ഏതാണ് നമ്മുടെ പോലീസ് ട്രാഫിക് കോട്ടേഴ്സാണ് ഞാൻ കാണുന്നത്. കണ്ടോ, LCD ഒക്കെ ഉണ്ട് മുകളിൽ. അവിടെ ക്യാമറയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അയ്യോ, ഏതാ കണ്ടെയ്നർ പോകുന്നുണ്ട് കേട്ടോ. എന്ത് പറഞ്ഞാൽ ഈ നൈറ്റ് കാണാനാ ഭംഗി കൊച്ചി. പകല് കാണുമ്പോൾ ഇത്രയും ഒരു ആംബിയൻസ് അല്ലെങ്കിൽ പകല് ഇത്രയും ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല, നൈറ്റിലെ പോലെ കിട്ടില്ല. അപ്പോൾ നമ്മുടെ സിഗ്നൽ ഇപ്പോൾ വീഴും. 28 സെക്കൻഡ് കൂടെ ഉള്ളു. നമുക്കിനി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് അവിടുത്തെ വീഡിയോസ് കാണാം. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അടിയിലൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പാമ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ സൊമാറ്റോ, അവിടെ സ്വിഗ്ഗിയുടെയൊക്കെ ആൾക്കാരാണ് ഈ നിൽക്കുന്ന ഡെലിവറി ബോയ്സാണ്. അവരിച്ചിരി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. വണ്ടികളൊക്കെ ഇങ്ങനെ ചേറിപ്പാഞ്ഞ് പോകുന്ന സ്ഥലമാണ്. അങ്ങനെ പോസ്റ്റ് ഒട്ടിക്കുക. പുതിയ പടം വന്നിട്ടുണ്ട് കേട്ടോ. ആരോ രാത്രിയുണ്ട് ഈ പാലത്തിൻ്റെ അടിയിൽ ഇവരെല്ലാം കിടന്നുറങ്ങുകയും ഇവിടെ ജീവിക്കുന്നവർ, ആ പാലത്തിൻ്റെ അടിയിൽ വീടായിട്ട് ബെഡ്റൂമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇവരൊക്കെ കിടന്നുറങ്ങുന്നതൊക്കെ കാണാം. മരുന്നൊക്കെ അടിച്ചുകൊണ്ടാണ് കിടക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ തന്നെ കിടന്നുറങ്ങുന്നവരെ മൊത്തം ഉണ്ടോ. ഈ പാലത്തിൻ്റെ അടിയിൽ ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ പാലം വന്നതുകൊണ്ട് അവർക്ക് ഗുണമുണ്ട്, അല്ലാതെ ഇവിടെ ഈ ട്രാഫിക്കിനൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാലം വന്നതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് നല്ല ഗുണമുണ്ട്. ഇതാണ് നമ്മളെ ആളെക്കൊല്ലി മെട്രോ പില്ലർ 825. ഇതുവരെ ഏകദേശം ഒരു 13 പേര് ഇവിടെ ഈ തൂണിൽ ഇടിച്ച് ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചിട്ടുണ്ട്. അവസാനം മരിച്ച ഒരു പയ്യനാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നപ്പം ഇതിനകത്ത് തട്ടിയിട്ടാണ് മരിച്ചത്. ടൊയോറ്റ വണ്ടി ഇടിച്ച് താഴോട്ട് വരുന്നുണ്ട്. ഇതാണ് ടൊയോറ്റയുടെ നിപ്പോൺ കമ്പനിയുടെ Q1 ഡിസ്പ്ലേ ആണ്. കണ്ടോ, ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയപ്പോൾ ഇത് കണ്ടപ്പം ഒന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇതാണ് താരം. ഒളിച്ചിരുന്ന് നോക്കുന്ന കണ്ടോ. കയറിപ്പോടാ. പോയി കണ്ട, അവൻ പറഞ്ഞാൽ കേൾക്കുന്നു. ഇങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും അവനെ. അവനവിടെ തൊട്ട് പൊട്ടിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് പോവാം. നമ്മുടെ എടപ്പള്ളി വൈറ്റില റോഡാണ് കേട്ടോ. ഒരു നൈറ്റിലെ വ്യൂ കണ്ടില്ല, എന്ത് രസമാണെന്ന് നോക്കി. നൈറ്റ് റൈഡൊക്കെ ചെയ്യണം, എന്നാലേ ഇതൊക്കെ അറിയാൻ പറ്റും.
അപ്പം കുറച്ചും കൂടെ മുന്നോട്ടൊക്കെ പോയിട്ട് അടുത്ത വിഷ്വൽസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എടപ്പള്ളിയിൽ ഭയങ്കര ബ്ലോക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം കൊണ്ട് എടപ്പള്ളി ഭയങ്കര ബ്ലോക്കാണ്. അതും പോരായിട്ട് ഇനിയിപ്പം നാഷണൽ ഹൈവേ ഇതിലെ അല്ല വരുന്നത്, ഇതിലെ ആണെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ എടപ്പള്ളി നല്ല തിരക്കാണ്. സ്റ്റുഡിയോ ആണ് തോന്നുന്നു. ഒബ്രോൺ മാൾ മാളിൻ്റെ അടുത്താണ്. എത്ര നേരമായെന്നറിയാം ബ്ലോക്ക് വന്ന് വിട്ടിട്ട്. ഒരു രക്ഷയില്ല. ലുലുവിൻ്റെ അടുത്തോട്ട് എത്തുന്നതേ ഉള്ളൂ. ലുലുവിൻ്റെ അടുത്ത സിഗ്നലിലാണ് ഇപ്പം നമ്മൾ. ഭയങ്കര ബ്ലോക്കാണ്. ബൈക്കുകാർ കണ്ട കയറിപ്പോകുന്നുണ്ടോ? അതിനേത് ഗ്യാപ്പിൽ കൂടെ കയറിപ്പോകും. അല്ല വണ്ടി തട്ടുകയും മുട്ടുകയും ചെയ്യുമ്പോഴല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതുവരെ അത് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. എനിക്കൊന്നും ഇപ്പം കുറേ നാളായെന്ന് തോന്നുന്നു ഇവിടെ ഈ മറ്റേ ടീംസ് ഉണ്ടല്ലോ, ഭിക്ഷാടന മാഫിയ, അവരെയൊന്നും കാണാൻ കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് നോക്കാം. സ്വിഗ്ഗിയൊക്കെ കയറി പോകുന്ന പോക്ക് കണ്ടോ. എന്തായാലും വണ്ടി നീങ്ങിയിട്ടുണ്ട്, നമുക്കും എടുക്കാം. നമ്മളിപ്പോൾ എടപ്പള്ളി പള്ളി എടുത്തുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ പുതിയ ആഡാണ്. ചേട്ടാ, ഉണ്ണിമുഖത്തിന് ആരാടാ ഈ അടിച്ചൊടിച്ച് വീൽ ചെയറിനടുത്ത് ഇരുത്തിയേക്കുന്നത്? ഉണ്ണിമുഖത്തിന് ആരാണ്ട് അടിച്ചൊടിച്ചുകൊണ്ട് വീൽ ചെയറിനകത്ത് എത്തി. സ്റ്റേഡിയം റോഡിലാട്ടോ. സ്റ്റേഡിയത്തിനകത്തോട്ട് പോവാം. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിലാണ് കേട്ടോ.
അല്ല, നമ്മൾ നൈറ്റ് ഡ്രൈവ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നേരെ തിരിച്ചു പോവാണ്. ഇപ്പം ഞാൻ ലുലുവിൻ്റെ അടുത്താണ് നിൽക്കുന്നത് കേട്ടോ. ലുലു മാളിൻ്റെ അടുത്താണ് ഇപ്പം നിൽക്കുന്നത്. ലുലുവിന് കാണാൻ പറ്റുന്നുണ്ടല്ലോ.